നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അതാണ് ദൈവജനത്തിന്റെ ശക്തി. ദൈവജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സംഘടിത ശക്തിയല്ല. ദൈവജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ ശക്തിയല്ല. ദൈവജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സാമ്പത്തിക ശക്തിയല്ല. നമ്മൾ അത്തരം മേഖലകളിൽ നിന്ന് ഫോക്കസ് പിൻവലിക്കണം. ദൈവജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ തളർന്നു പോകുന്നത്. അതുകൊണ്ടാണ് പണമില്ല, രാഷ്ട്രീയ സ്വാധീനമില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നമുക്ക് ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ മുറുകെ പിടിച്ച അവനിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തീർച്ചയാണ്. അത് ഭാരതത്തിന്റെ ഭാവി നമ്മുടെ കയ്യിൽ. നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. ഭാരതം ക്രിസ്തുവിനെ അറിയണം. ഒരാത്മാവ് പോലും നശിക്കരുത്. ഒരാത്മാവിനെ പോലും നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുമ്പോൾ